Hi all, welcome to another video. എൻ്റെ പേര് ജെയ്സൺ തോമസ്, co-founder of Bluestick Media. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്മോൾ ബിസിനസ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബിസിനസ്സിൻ്റെയും ഏറ്റവും വലിയൊരു പെയിൻ പോയിൻറ്റിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ മറ്റേ ആഡ്സിൽ ആഡ്സ് റൺ ചെയ്യും, നിങ്ങൾക്ക് ലീഡ്സ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യും ഇൻ ടേംസ് ഓഫ് ലീഡ്സിൻ്റെ ക്വാളിറ്റിയിൽ. നിങ്ങൾ ഒത്തിരി കാശ് മുടക്കും, പക്ഷേ ജങ്ക് ലീഡ്സ് കിട്ടും, അല്ലെങ്കിൽ ആൾക്കാർ ഫോൺ പിക്കപ്പ് ചെയ്യത്തില്ല. സോ അതിൻ്റെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ വരുന്നത്. ആദ്യത്തെ പ്രോബ്ലം എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്നത് ജങ്ക് ലീഡ്സ് ആയിരിക്കും, അല്ലേ? നിങ്ങളൊരു ക്യാമ്പയിൻ തുടങ്ങും, നിങ്ങൾക്ക് കുറേ ലീഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലീഡ്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുമ്പോൾ അവർ പറയും, അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സൈനപ്പ് ചെയ്തിട്ടില്ലല്ലോ, അയ്യോ അറിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ അവരറിയാതെ ചെയ്ത പോലത്തെ രീതിയിൽ നമുക്ക് തോന്നും, റൈറ്റ്? അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റായിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ റൺ ചെയ്യുമ്പം ഓട്ടോഫില്ലാണ്. അപ്പോൾ നമ്മളൊരു പരസ്യം, നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസി നടത്തുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ പരസ്യം ഒരാൾ കണ്ടു, ജസ്റ്റ് ഒന്ന് അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതേ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എൻ്റെ പേരും എൻ്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അതിൽ ഓട്ടോഫിൽഡ് ആയിരിക്കും. അതിൽ വേറെ ഒറ്റ ഒരു ബട്ടൺ കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഡേറ്റ എല്ലാം നമ്മുടെ ലീഡ് ഫോമിൽ വരും. അപ്പോൾ ഞാൻ ചിലപ്പം അത് അറിഞ്ഞുകൊണ്ടല്ലായിരിക്കും ചെയ്യണം, അബദ്ധവശാൽ ചെയ്ത് കാണും, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പം നിങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കസ്റ്റമർ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന്, റൈറ്റ്? അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് എല്ലാവരും ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡ് ഫോമിൽ ഇച്ചിരൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി അബ്രോഡ് ഏജൻസി ആണെങ്കിൽ അവരോട് ചോദിക്കുക, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ വാട്സാപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ എത്രയാണ്, മലയാളത്തിൽ തന്നെ ചോദിക്കുക, നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഏതാണ്, നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണ് നിങ്ങൾ സ്റ്റഡി അബ്രോഡ് നോക്കുന്നത്. അങ്ങനത്തെ ഒരു 3-4 ഫോംസ് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അവർ തന്നെ ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ട രീതിയിൽ ലീഡ് ഫോമിൽ ആക്കി വയ്ക്കാൻ പറ്റും. അങ്ങനെ ആക്കി വയ്ക്കുമ്പം അബദ്ധവശാൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം പോവുകയും ചെയ്യും. പിന്നെ വേറൊരു കേസുണ്ട്, ഇപ്പോൾ ഓട്ടോ ഫില്ല് മാത്രം ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള നമ്പർ പഴയ നമ്പർ ആയിരിക്കും, റൈറ്റ്? പുതിയ നമ്പർ അവർ അപ്ഡേറ്റ് ചെയ്ത് കാണത്തില്ല. അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആ നമ്പർ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവരായിരിക്കും എടുക്കുന്നത്. അപ്പം ഒത്തിരി കേരളത്തിൽ ചെയ്യുമ്പം ചിലപ്പം ബംഗാളീസ് എടുക്കുന്ന കേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടും അങ്ങനെ വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ക്വാളിറ്റി ഓഫ്, ശരിക്കും താല്പര്യമുള്ളവരായിരിക്കും ഇത്രയും ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് തരത്തുള്ളൂ. പിന്നെ അറിയാതെ വന്നു എന്നുള്ള കേസും പോകത്തില്ല, ഫോൺ നമ്പർ തെറ്റാനുള്ള ചാൻസസും ഭയങ്കര കുറവാണ്. ഇവിടെ ഫോൺ നമ്പർ തെറ്റാം, ചിലപ്പോൾ അവർ ടൈപ്പ് വന്നു കഴിഞ്ഞാൽ തെറ്റാം, പക്ഷേ ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതാണ് ജങ്ക് ലീഡ്സ് മാറ്റാനുള്ള ഒരു കാര്യം. പിന്നെ ഫോൺ നമ്പർ കറക്റ്റ് നിങ്ങൾക്ക് ഒരു മേജർ പ്രോബ്ലമാണ്. ഇപ്പം വിളിക്കുന്നത് എല്ലാം തെറ്റാണെങ്കിൽ ചിലപ്പം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആഡ്സ് ലീഡ് ഫോംസിലോട്ട് വിടാതെ വാട്സാപ്പിലോട്ട് വിടുവാണെങ്കിൽ ഉറപ്പായിട്ടും വാട്സാപ്പിൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹായ് അയക്കുന്ന പോലെ വെക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും കറക്റ്റ് അവരുടെ നമ്പർ തന്നെ നമുക്ക് കിട്ടും, അവരെ കോൺടാക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈയും ഉണ്ടാക്കി വയ്ക്കാം. അതും ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കാം. ഇതാണ് ജങ്ക് ലീഡ്സ് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് വലിയൊരു പ്രശ്നം, എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, ക്വസ്റ്റ്യനെയറും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ നമ്പർ ഓഫ് ലീഡ്സ് കുറയും, ചിലപ്പോൾ ക്വാളിറ്റി കൂടും, റൈറ്റ്? പക്ഷേ നിങ്ങൾ ഇവരെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ നോട്ട് പിക്കിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം, നോട്ട് റെസ്പോണ്ടിങ്, നോട്ട് പിക്കിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വലിയ ഇഷ്യൂ വരാൻ പോകുന്നത്, റൈറ്റ്? അപ്പോൾ അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് ഞങ്ങൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്, റൈറ്റ്? അപ്പം നമ്പർ 1 സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ആണ്. ഈ വിളിക്കുന്ന നിങ്ങൾ തന്നെ ഡയറക്റ്റ് ആദ്യമേ വിളിക്കാതെ ഒരു ക്വാളിഫയറിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ എന്താ പറയുക കോളിംഗ് ഏജൻസീനെ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരാളെ എക്സ്റ്റേണലായിട്ട് വേണമെങ്കിൽ ഫ്രീലാൻസറിനെ ഹയർ ചെയ്യാം, ഒരു ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു 100 ലീഡിനെ വിളിക്കാൻ പോകണ്ട, അതിന് മുമ്പായിട്ട് ഈ ഒരു എക്സ്റ്റേണൽ ആളെ കൊണ്ട് വിളിപ്പിക്കാം. അപ്പോൾ അവരെ കൊണ്ട് വിളിപ്പിക്കുമ്പം ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസി ആണെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾ ചിലപ്പം ഇവിടെ ഒരു ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്നവരായിരിക്കും, റൈറ്റ്? അപ്പോൾ നിങ്ങളൊരു രാവിലെ ഒരു 11 മണി, 10 മണി, 12 മണി റേഞ്ചിൽ വിളിച്ചാൽ അതായിരിക്കും ഏറ്റവും ബിസിയസ്റ്റ് ടൈം. ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ അവൈലബിൾ അല്ലായിരിക്കും, എടുക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാവിലത്തെ 10, 11, 12 മണി ആ സമയത്തായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളും മീറ്റിങ്ങുകളൊക്കെ വരുന്നത്. അപ്പോഴും അവർ ബിസി ആയിരിക്കും, പെട്ടെന്നൊരു കാര്യങ്ങൾ പറയാനൊന്നും, അതുകൊണ്ട് അവർ കട്ട് ചെയ്ത് കളയണം, റൈറ്റ്? അപ്പം മേ ബി ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് 1 to 2 PM വിളിക്കുക, അല്ലെങ്കിൽ ഒരു മേ ബി അവർ വൈൻഡപ്പ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ മേ ബി ഒരു 7:30, 8:30 ആകുമ്പോൾ പറ്റുമെങ്കിൽ വിളിക്കുന്നത് ചിലപ്പോൾ അത് റെസ്പോൺസ് കിട്ടും. ഈവൻ ദോ അവർ ടയർഡ് ആണെങ്കിൽ ചിലപ്പം ചാൻസസ് ആർ മോർ ടു പിക്കപ്പ് ദ കോൾ, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം, നിങ്ങളുടെ ലീഡ് ഫോമിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് സിസ്റ്റം കൊണ്ടുവരാം. ഞാൻ ലീഡ്സ് ഫില്ല് ചെയ്യുന്ന വഴിക്ക് തന്നെ ചോദിക്കാം,
നിങ്ങളെ എപ്പോൾ വിളിച്ചാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, റൈറ്റ്? ഒരു 2-3 സ്ലോട്ട് കൊടുക്കാം. രാവിലെ 10 to 1 PM, പിന്നെ ഉച്ചയ്ക്ക് 1 to 3 PM, പിന്നെ വൈകുന്നേരം 5 to 7, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രം വിളിക്കാവുള്ളൂ. അങ്ങനെ ഒരു 5 ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ അവർ തന്നെ എനിക്കറിയാം ഞാൻ വീക്കെൻഡ് മാത്രമേ ഫ്രീ ഉള്ളൂ, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 5 to 7 ആയിരിക്കും ഞാൻ ഫ്രീ. അപ്പം കസ്റ്റമേഴ്സിന് കയ്യിൽ നിന്ന് തന്നെ ഒരു സ്ലോട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കറക്റ്റ് എപ്പോൾ വിളിക്കണം എന്നുള്ളൊരു ഐഡിയയും കിട്ടും, റൈറ്റ്? അപ്പം പിന്നെ നമുക്ക് നോട്ട് പിക്കിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലീഡ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പിലൊരു മെസ്സേജ് പോകണം. ഞാനൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയുടെ ആഡ് കണ്ടു, അത് ഞാൻ ക്വസ്റ്റ്യനെയർ എല്ലാം അടിച്ചു കൊടുത്തു, ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വരാണ്. നിങ്ങൾ താങ്ക് യു ഫോർ ഗിവിങ് അസ് യുവർ ഇൻഫർമേഷൻ, അവർ എക്സിക്യൂട്ടീവ്സ് വിൽ കോൾ യു അറ്റ് മേ ബി വൈകുന്നേരം വിളിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ എന്നിട്ട് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഡു യു പ്രിഫർ എനി ടൈം ഫോർ എ കോൾ ഓർ യു ക്യാൻ കോൾ അസ് ബാക്ക് അറ്റ് ഈ നമ്പർ. നമ്മുടെ നമ്പറും കൂടെ ആ മെസ്സേജിൽ കൊടുക്കുക. അപ്പോൾ അവർ അപ്പം തന്നെ ഫ്രീ ആണെങ്കിൽ അപ്പം തന്നെ അവർ വിളിച്ചോളും, അല്ലെങ്കിൽ അവർ നമുക്കൊരു സമയം തരും. അപ്പോൾ ആ ഒരു ഇൻറ്റിമേഷൻ നമുക്ക് നോട്ട് പിക്കിങ് ഹെൽപ്പോട്ട് ചെയ്യും. പിന്നെ വേറുള്ളത്, ഒരു കസ്റ്റമർ കെയർ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ഒരാൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ അപ്പം തന്നെ മൾട്ടി ചാനലായിട്ട് മെസ്സേജ് അയക്കുക. SMS-ഉം വാട്സാപ്പും ഇമെയിലും പറ്റുവാണെങ്കിൽ അയക്കാൻ പറ്റും. അതിനുള്ള ടൂളുകൾ ഇപ്പോൾ ഹാപ്പിലി എന്ന് പറഞ്ഞ ടൂൾ വെച്ചാൽ വാട്സാപ്പിൽ അത് അയക്കാൻ പറ്റും. ഞങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നിങ്ങൾ പിക്കപ്പ് ചെയ്തില്ല, അപ്പോൾ വേറൊരു ടൈമിങ് തരുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വാട്സാപ്പ് മെസ്സേജ് SMS മെസ്സേജും പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ റിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നെ കോൾ മീ ആഫ്റ്റർ 30 minutes എന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? അപ്പം ഇങ്ങനത്തെ ഓട്ടോമേഷൻസും ഇതിൽ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ പരീക്ഷണത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളത്, റൈറ്റ്? അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ലീഡ് സ്കോറിങ്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റഡി അബ്രോഡ് ഏജൻസി ആണെങ്കിൽ നമുക്ക് ഇച്ചിരി ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. എല്ലാവരും നിങ്ങളുടെ കറക്റ്റ് ലീഡ് ആകത്തില്ല. ഫോർ എക്സാമ്പിൾ IELTS ഓൾറെഡി പാസ്സായത് ഇച്ചിരി ബെറ്റർ ലീഡാവും. ചിലപ്പോൾ ഒരു 25 to 30 year old ആൾക്കാരായിരിക്കും ഏറ്റവും നല്ല ലീഡുകൾ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഇച്ചിരി ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും നല്ല ലീഡാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാം. ആ കാര്യങ്ങൾ തന്നെ ലീഡ് ഫോമിന് തന്നെ നമ്മൾ ചോദിക്കുന്നു. നിങ്ങളുടെ വയസ്സ് എത്രയാണ്, നിങ്ങൾ IELTSൻ്റെ സ്കോർ എത്രയാണ്, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ്. ഇപ്പോൾ നിങ്ങൾ കോട്ടയത്തുള്ളൊരു ഏജൻസി ആണെങ്കിൽ കോട്ടയത്തുള്ളവരാണ് നിങ്ങൾക്ക് ഇച്ചിരി ഐഡിയൽ ലീഡർ, റൈറ്റ്? അപ്പം ഇതിനെല്ലാത്തിനും ഒരു സ്കോർ കൊടുത്തിട്ട് നമുക്ക് ടാബ്ലിയോ സാപ്പിയോ പോലത്തെ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ലീഡിനും ഒരു സ്കോർ കൊടുക്കാൻ പറ്റും ഔട്ട് ഓഫ് 100. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്കോറുള്ളവരാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ്. അവരെ ആദ്യം പ്രയോറിറ്റി ചെയ്ത് വിളിക്കുക, കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ 100 പേര് ഈക്വൽ പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മേ ബി ടോപ്പ് 20 ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ്, ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയും കൊടുക്കുമ്പോൾ അവർ പിക്ക് ചെയ്യാനും അവർ കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ്, അവിടെ നമ്മുടെ എനർജി ഫോക്കസ് അതിലോട്ട് മാത്രം കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഫേസ്ബുക്കിന് ഒരു കാര്യം മനസ്സിലാവുന്നു, ഇവർ ലീഡ് ഫില്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഫേസ്ബുക്കിൻ്റെ അൽഗോരിതത്തിൽ മനസ്സിലാകുന്നുള്ളൂ. അത് നല്ലത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കസ്റ്റമർ ആയോ ഇല്ലയോ എന്നുള്ളൊരു ഡാറ്റ കിട്ടുന്നില്ല. അപ്പം AI-യുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീഡ്ബാക്ക് കിട്ടിയാൽ ഇച്ചിരി നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇപ്പം അവരുടെ ആകെ മെട്രിക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് ആഡ് ചെയ്യുമ്പോൾ അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ അവർ നല്ല ലീഡാണോ അല്ലയോ എന്ന് ഫേസ്ബുക്കിന് മനസ്സിലാകുന്നില്ല. അത് നമുക്ക് ഫീഡ്ബാക്ക് ആക്ച്വലി കൊടുക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ ഓഫ്ലൈൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ബിസിനസ് മാനേജറിൽ. അവിടെ പോയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക്, ഓരോ ലീഡിൻ്റെ ഫീഡ്ബാക്ക് ഒരു ഷീറ്റാക്കി നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് മനസ്സിലാവും ഓരോ ലീഡിൻ്റെയും ക്വാളിറ്റി എന്തോരാണെന്ന് ഫേസ്ബുക്ക് മനസ്സിലായിട്ട് ആ നല്ല ലീഡ്സിനുള്ള പോലത്തെ രീതിയിലുള്ള ജിയോഗ്രഫി, ഡെമോഗ്രഫിക്സ്, ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർ, ആ ഒരു ലൊക്കേഷനുള്ള ആൾക്കാരെ തൊട്ട് പിന്നെയും ഫേസ്ബുക്ക് പുഷ് ചെയ്യും. ഇതും കൂടെ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഡ്സിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. ലീഡ്സിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ടെക്നിക്കൽ കാര്യങ്ങളാണ് പറഞ്ഞത്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഭയങ്കര പെർഫെക്റ്റ്. ലൈക്ക് നിങ്ങളുടെ ആഡിൻ്റെ കോപ്പി എത്ര കൺവിൻസിങ് ആണ്. ഇപ്പോൾ കേരളത്തിൽ റൺ ചെയ്യുകയാണെങ്കിൽ മലയാളത്തിൽ തന്നെ റൺ ചെയ്യുക. അതിൻ്റെ അകത്ത് എത്രയും അതിൻ്റെ ഹെഡ്ലൈൻ എത്ര ക്യാച്ചിയാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വീഡിയോസാണ്. ഒരു ഷോർട്ട് 10 second വീഡിയോയിൽ നിങ്ങൾക്ക് നല്ലൊരു ഹുക്ക്, ആദ്യത്തെ 3 seconds അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഉണ്ടാക്കി റൺ ചെയ്യുമ്പോൾ ഏറ്റവും കോസ്റ്റ് പെർ ലീഡ് കുറവിൽ കിട്ടുന്ന റേറ്റ്. അപ്പം ക്വാണ്ടിറ്റിയും കൂടും, ക്വാളിറ്റിയും കൂടാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു വീഡിയോ ആഡ് പ്ലസ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലീഡ്സിൻ്റെ ഇഷ്യൂ എല്ലാം സോൾവ് ആകത്തില്ല, അറ്റ്ലീസ്റ്റ് ഒരു 50% സോൾവ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളും ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആസ് എൻ ഏജൻസി വി ഹാവ് സ്റ്റാർട്ടഡ് ആൻ ഇനിഷ്യേറ്റീവ് കോൾഡ് ബ്ലൂസ്റ്റിക് അക്കാഡമി. ഒരു 3 month
കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ഷോപ്പിഫൈ ബിൽഡിംഗ് തൊട്ട് മെറ്റാ ആഡ്സ്, ലീഡ് ജനറേഷൻ തൊട്ട് പ്രൊഡക്ഷൻ തൊട്ട് ആമസോണിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു can go to bluestickacademy.com or you can contact this number. So yeah, thank you for watching and subscribe for more digital marketing related videos. Thank you so much.